പാൻക്രിയാസിനെ സ്റ്റിമുലേറ്റ് ചെയ്യിക്കാനും ബീറ്റാ സെല്ലുകളിലെ ശേഷി വർദ്ധിപ്പിക്കാനും ഇൻസുലിൻ ഉൽപ്പാദനം നോർമലാക്കാനുമായിട്ടുള്ള 2 യോഗാസനം കൂടി നമുക്ക് ഇരുന്നുകൊണ്ട് ചെയ്യാവുന്നുണ്ട്. നമ്മുടെ കൈ ഉണർന്നിട്ട് കൈ നമ്മളുടെ പൊക്കിളിന് കീഴെയായിട്ട് ഇടത് കൈ മുമ്പിലും വലത് കൈ പിറകിലായിട്ട് വെച്ചിട്ട് ശ്വാസം വിട്ടുകൊണ്ട് കീഴ്പോട്ട് പോകും. ശ്വാസം എടുത്തുകൊണ്ട് ഉയർന്നു വരും. വയറപ്പ് ഉള്ളിലേക്ക് കയറി പോകും. നമ്മുടെ കൈയും ഉള്ളിലേക്ക് കയറി പോകും. പാൻക്രിയാസിനും കിഡ്നിക്കും ഒരു ആയാസകരമായ അവസ്ഥയിൽ എത്താൻ സാധിക്കുള്ളൂ. അതാണ് ഇതിന്റെ പ്രത്യേകത. അടുത്തത് കൈ ഇങ്ങനെ ചുരുട്ടിട്ട് നമ്മളില് പൊക്കിളിന് കീഴെയായിട്ട് 2 സൈഡിലും വെച്ചിട്ട് ശ്വാസം വിട്ടുകൊണ്ട് ആദ്യം ചെയ്തപോലെ കീഴ്പോട്ട് പോകും. എന്നിട്ട് ഒരു കുറച്ച് സെക്കൻഡ് അവിടെ നിന്നിട്ട് ശ്വാസം എടുത്തുകൊണ്ട് നിവർന്നു വരും. ഇതും വളരെയധികം പ്രയോജനമുള്ളതാണ് പാൻക്രിയാസിനും കിഡ്നിക്കും. ഷുഗറിനെ കുറയ്ക്കാൻ ഏറ്റവും നല്ല ആസനങ്ങളിലൊന്നാണിത്. അടുത്തൊരു ക്രിയയാണ്. കൈ നമ്മളിങ്ങനെ പിറകോട്ട് കുത്തിയിട്ടിങ്ങനെ നിൽക്കും. നാവ് കീഴ്പോട്ടിട്ടിട്ട് വയറുകൊണ്ട് ഈ പട്ടി ഓടി ഒന്ന് കഥയ്ക്കുന്ന പോലെ കണ്ണുകൊണ്ട് മുകളിലേക്ക് നോക്കും. ഇതാണ് ചെയ്യുന്നത്. ഇത് വളരെയധികം നമ്മളുടെ പാൻക്രിയാസിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പ്രക്രിയയാണ്. ഒപ്പം ഡൈജഷൻ വർദ്ധിക്കാൻ നല്ലതാണ്. നെഞ്ചരിച്ചില് പുളിച്ചേട്ടൽ തുടങ്ങിയ പ്രശ്നം കുറയാൻ നല്ലതാണ്. സെക്ഷൽ ഡിസ്ഫങ്ഷൻ നല്ലതാണ്. അതുപോലെ യൂട്രസിലെ സിസ്റ്റ്, പെൻസസ് പെയിൻ അങ്ങനത്തെ പ്രശ്നം എല്ലാം കുറച്ചു കൊണ്ടുവരാൻ വളരെ നല്ലൊരു ആസനമാണത്. ഇത് തൈറോയിഡിന് വളരെ ഫലപ്രദമായിട്ട് ചെയ്യാവുന്നതാണ്. തൈറോയിഡിന് അതുപോലെ സൗണ്ട് നന്നാവാൻ നല്ലതാണ്. സ്റ്റൊമക്കിലെ പ്രശ്നങ്ങൾക്കെല്ലാം വളരെ നല്ലതാണ്. നാവ് പുറത്തേക്ക് ഇട്ടിട്ട് തൊണ്ട കൊണ്ട് സൗണ്ട് കേൾപ്പിക്കണം. സിംഹം അലറുന്ന പോലെ അലറണം. ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. ഈ ശരീരത്തിന് നമുക്ക് 2 സൈഡിലേക്കും ഒന്ന് തിരിക്കാം. ഇപ്പൊ ചെയ്തൊക്കെ മുമ്പോട്ടും പുറകോട്ടും ഉള്ളതാണ്. ശ്വാസം വിട്ടുകൊണ്ട് ശ്വാസം എടുത്തുകൊണ്ട് നേരെ വരിക. വീണ്ടും അടുത്ത സൈഡിലേക്ക് പോവുക. ഇത് ഡിസ്കിന്റെ പ്രശ്നം മാറ്റാനൊക്കെ വളരെ നല്ലതാണ്. അടുത്ത കാല് നീട്ടി വയ്ക്കുക. വലത് കാല് കൊണ്ടുവന്നിട്ട് ഇടത് കാലിന്റെ ഇട സൈഡിൽ വെക്കുക. വലത് കൈ കൊണ്ട് ആ വച്ച കാലെ പിടിക്കുക. ഇടത് കൈ ബാക്കിലേക്ക് കുത്തിയിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് ഒരു 5 ബ്രീത്ത് ചെയ്യുക. ശ്വാസം എടുത്തുകൊണ്ട് നേരെ വരാം. ഇനി ഇടത് കാല് കൊണ്ടുവന്ന് വലത് കാലിന്റെ വലത് സൈഡിൽ വെച്ചിട്ട് ഇടത് കാലെ പിടിച്ചിട്ട് തിരിഞ്ഞിരിക്കാം. ഇതിന്റെ അഡ്വാൻറ്റേജ് നമ്മളുടെ പാൻക്രിയാസ് ശരിക്ക് ഒന്ന് പിരിയും. പാൻക്രിയാസിന് സ്റ്റിമുലേഷൻ കിട്ടും. ഇൻസുലിൻ ഉൽപ്പാദനം കൂടാൻ വളരെ നല്ലതാണ്. ഡിസ്കിന്റെ പ്രശ്നം മാറാൻ നല്ലതാണ്. നടുവേദന കുറയാൻ നല്ലതാണ്. ഇതുപോലെ മറ്റൊന്നാണ്, നമുക്ക് വലത് കാല് കൊണ്ടുവന്ന് ഇടത് കാലിന്റെ ഇടത് സൈഡിൽ വെച്ചിട്ട് ഇടത് കൈ കൊണ്ട് ഇങ്ങനെ കാലെ പിടിക്കാം.
പിടിച്ചിട്ട് തിരിഞ്ഞിരിക്കുക. ഇതിനെ മറ്റേ കാലിൽ നമ്മൾ ആവർത്തിക്കുക. ഇത്രയും യോഗാസനം ചെയ്താൽ ഇരുന്നുകൊണ്ടുള്ള യോഗാസനങ്ങളിൽ സമാപിച്ചു.